ഏവർക്കും ഫിസിക്സ് പ്രോബ്ലംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ ചാപ്റ്ററിലെ ട്രാൻസ്ഫോർമറിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് അറിയേണ്ടത് രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോർമറുകളാണ് ഉള്ളത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും മറ്റൊന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും. പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിനും എന്തുണ്ട്, പ്രൈമറി ചുറ്റുകളുണ്ട്, അതായത് പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, സെക്കൻഡറി ചുറ്റുകൾ സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ അത് സെക്കൻഡറി അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള കോയിലുകളാണ് നമ്മളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന പ്രൈമറി ചുറ്റുകളിനെ നമ്മൾ NP എന്നും, അതുപോലെ തന്നെ സെക്കൻഡറി ചുറ്റുകളിനെ നമ്മൾ NS എന്നും, അതുപോലെ തന്നെ പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് ഉണ്ട്. പ്രൈമറി വോൾട്ടേജിനെ VP എന്നും സെക്കൻഡറി വോൾട്ടേജിനെ നമ്മൾ എന്ത് പറയുന്നു, VS എന്നുമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ട്രാൻസ്ഫോർമർ സമവാക്യം, ഒരു സമവാക്യമുണ്ട്, ട്രാൻസ്ഫോർമർ സമവാക്യം, അതായത് VS/VP = NS/NP. അത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. നമുക്ക് VS/VP = NS/NP. അപ്പോൾ അതിൽ VS ആണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമുക്ക് VPയും NSഉം NPയും നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. VP എന്ന് പറയുന്നത് പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട്, NS എന്ന് പറയുന്നത് സെക്കൻഡറി ചുറ്റുകൾ, NP എന്ന് പറയുന്നത് പ്രൈമറി ചുറ്റുകളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് VS, അതായത് സെക്കൻഡറി വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് അങ്ങനെ എഴുതി ബൈ, നമ്മൾക്കറിയാം നമ്മളുടെ പട്ടികയിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും, ടേബിളിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും. VP എന്ന് തന്നിട്ടുള്ളത് 10 ആണ്, ഈക്വൽ ടു NS നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്, 2500 ആണ്, ബൈ NP നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്, 500 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാൻ പോകണം. നമ്മൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും VS × 500 ഈക്വൽ ടു ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്, 2500 × 10 അല്ലേ. അപ്പോൾ അങ്ങനെ VS = ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യാനുള്ളതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഈക്വൽ ടുവിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകണം. മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഈക്വൽ ടുവിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറും, ഡിവൈഡ് ചെയ്യാനായിട്ട് മാറും. അപ്പോൾ നമുക്ക് എഴുതാം VS = ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ 2500 × 10 ബൈ എന്താണ് 500. ഇനി നമ്മളിതിനെ ക്യാൻസൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് എങ്ങനെയാണ്, ഈ 0യും അതേപോലെ തന്നെ ഈ 0യും ക്യാൻസൽ ചെയ്യാം നമുക്ക്, അതേപോലെ തന്നെ ഈ 0യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ 5 25 എത്ര ടൈംസ് പോകും, 5 ടൈംസ് പോകും, ബാക്കി ഇവിടെ 0 ഉണ്ട്. അങ്ങനെ നമുക്ക് കിട്ടി VS = 50 വോൾട്ട് ആണ് നമ്മളുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് NS തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ VP തന്നിട്ടുണ്ട്, VS തന്നിട്ടുണ്ട്. നമുക്ക് പട്ടികയിൽ നോക്കിയാൽ മതി, ടേബിൾ നോക്കിയാൽ മതി. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് NP ആണ് അല്ലേ. ഇതാണ് നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി, ട്രാൻസ്ഫോർമർ ഇക്വേഷൻ എഴുതി, VS/VP = NS/NP. അപ്പോൾ അതിൽ VS അവർ തന്നിട്ടുണ്ട് 25 ആണ്, ബൈ VP അവർ തന്നിട്ടുണ്ട് 100 ആണ്, ഈക്വൽ ടു NS തന്നിട്ടുണ്ട് 800 ആണ്, ബൈ NP എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ NP × 25 ഈക്വൽ ടു ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 800 × 100. ഓക്കെ, നമുക്ക് NP ആണ് കണ്ടുപിടിക്കേണ്ടത്. NP = നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതിനെ ഈക്വൽ ടുവിൻ്റെ പ്രതി കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുന്നതെന്ന്, 800 അല്ലേ, 800 × 100 ബൈ എന്തുണ്ടാവും, ഈ 25 ഇങ്ങോട്ട് വരും, ബൈ 25. അപ്പോൾ 800 × 100 ബൈ 25 ഓർ NP = നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക നമുക്കറിയാം, 25 അല്ലേ. 25 100ൽ എത്ര ടൈംസ് പോകും, 4 ടൈംസ് പോകും. അങ്ങനെയാണ് 800 × 4 = എത്ര കിട്ടി, 3200 ആണ് നമുക്ക് കിട്ടുന്ന NP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കാം. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ നമ്മുടെ VP ആണ് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല ആദ്യം എഴുതാം. VS/VP = NS/NP അല്ലേ. അപ്പോൾ അതിൽ VS തന്നിട്ടുണ്ട് 120 ബൈ VP ആണ് നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഈക്വൽ ടു NS അവർ തന്നിട്ടുണ്ട്, ടേബിളിൽ നോക്കാം 1800 ആണ്, ബൈ NP അവർ തന്നിട്ടുണ്ട് എത്രയാണ്, 600 ആണ്.
നേരത്തെ ചെയ്ത പോലെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 120നെ 600 ആണ്. അപ്പോൾ 120 ഇൻറ്റു 600 ഈക്വൽ ടു വി പിനെ എത്രയാണ് 1800 കൊണ്ടാണ്, അതാണ് വി പി ഇൻറ്റു എത്രയാണ് 1800 എഴുതി. ദാറ്റ് ഈസ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, വി പിനോട് നിർത്താണ്. ഈ 1800നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള, ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും, ഡിവൈഡ് ചെയ്യാനാവും. അപ്പോൾ നമ്മൾ മുകളിലത്തെ അങ്ങനെ തന്നെ എഴുതി 120 ഇൻറ്റു 600 ബൈ എന്തായി മാറി 1800 അല്ലേ, ഈക്വൽ ടു വി പിയോടെ നിർത്തി. ഇനി നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. എങ്ങനെ ക്യാൻസൽ ചെയ്യാം, നമുക്ക് ഈ സീറോയും ക്യാൻസൽ ചെയ്യാം, ഈ സീറോയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി 6 18 എത്ര ടൈംസ് പോവും, 3 ടൈംസ് പോവും അല്ലേ. അങ്ങനെ 120/3 അല്ലേ, എത്ര കിട്ടി നമുക്ക് 40 കിട്ടി. അതായത് വി പി ഈക്വൽ ടു 40 വോൾട്ട്, ദാറ്റ് ഈസ് വി പി ഈക്വൽ ടു നമ്മൾ 40 വോൾട്ട് എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എൻ എസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എഴുതി വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അതിൽ വി എസിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 12 ബൈ വി പിക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 240 ഈക്വൽ ടു എൻ എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എൻ എസ് അവിടെ എഴുതി, ബൈ എൻ പിക്ക് പകരം 12,000 നമ്മൾ എഴുതി. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അതായത് എൻ എസ് ആണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡറി വൈൻഡിങ്, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണമാണ് നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ഇൻറ്റു എത്രയാണ് 12,000 ഈക്വൽ ടു ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ എസ് ഇൻറ്റു 240. ഓക്കെ, ഇനി നമ്മളിത് എൻ എസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എൻ എസ് ഇവിടെ എഴുതി, ഈ 240 നമ്മൾ എന്ത് ചെയ്തു അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ബാക്കിയുള്ള സാധനം ഇവിടെ എഴുതാണ് 12 ഇൻറ്റു 12,000 അതവിടെ എഴുതി ബൈ എന്നിട്ട് നമുക്ക് അടിയിൽ 240 ഉണ്ട് അല്ലേ. അപ്പോൾ ആ 240 നമ്മൾ അവിടെ എഴുതി ഈക്വൽ ടു ഇവിടെ എൻ എസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്, ഇതിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോകണം, ക്യാൻസൽ ചെയ്യാൻ പോകണം. ഈ സീറോയും ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് നോക്കാം 12ഉം അതേപോലെ 24ഉം തമ്മിൽ കട്ട് ചെയ്യാം. എത്രയാണ് 2 ടൈംസ് ആണ് അല്ലേ. 12 24 2 ടൈംസ് ആണ്. നമുക്കറിയാം ബാക്കിയുള്ള എത്രയാണ് നമുക്കുള്ളത് 1200 അല്ലേ. 1200/2 എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക് 600 ഈക്വൽ ടു എൻ എസ് ഓർ എൻ എസ് ഇസ് ഈക്വൽ ടു 600. അതായത് സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം നമുക്ക് കിട്ടിയത് എത്രയാണ് 600 ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. A transformer working on a 240 volt AC supplies a voltage of 8 volt to an electric bell in the circuit. The number of turns in the primary coil is 4800. Calculate the number of turns in the secondary coil. 240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് വോൾട്ടത നൽകുന്നു. ഇതിന്റെ പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക. ഓക്കെ, ഈ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 240 വോൾട്ട് എ സിയിൽ അല്ലെ 240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമർ ആണ്. അപ്പോൾ അതിലെ പ്രൈമറി വോൾട്ടേജ് എത്രയായിരിക്കും 240 വോൾട്ട് ആണ് അല്ലെ. അപ്പോൾ അത് സർക്യൂട്ടിലേക്ക് എത്ര കൊടുക്കുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് വോൾട്ടത നൽകുന്നുണ്ട്. ഒരു ഇലക്ട്രിക് ബെല്ലിനാണ് അത് നൽകുന്നത്. അപ്പോൾ അതിന്റെ സെക്കൻഡറി വോൾട്ടതയാണ് നമുക്ക് തന്നിരിക്കുന്നത് 8 വോൾട്ട്. പിന്നീട് അവർ തന്നിരിക്കുന്നത് അതിൻ്റെ പ്രൈമറി കോയിലിൽ, അതായത് പ്രൈമറി കോയിലിൽ എത്ര ഉണ്ട് എന്ന് പറയുന്നത് 4800 ചുറ്റുകളുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ പി അല്ലേ. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ എൻ പി എന്ന് പറയുന്നത് ഈക്വൽ ടു 4800. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെക്കൻഡറിയുടെ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എൻ എസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫോർമുല എഴുതാണ് വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അതിൽ വി എസ് അവർ തന്നിട്ടുണ്ട് എത്രയാണ് 8 വോൾട്ട് ബൈ എത്രയാണ് വി പി ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത് 240 ഈക്വൽ ടു എൻ എസ് ആണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എൻ എസ് അവിടെ എഴുതി അല്ലേ. ബൈ എത്രയാണ് നമുക്ക് എൻ പി എത്ര തന്നിരിക്കുന്നത് 4800 അത് കൊടുത്തു. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 4800 ഈക്വൽ ടു ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ എസ് ഇൻറ്റു 240 അല്ലേ. ഇനി 240 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. അപ്പോൾ 8 ഇൻറ്റു 4800 ഈക്വൽ ടു ഇതിനോട് കൊണ്ടുവരുമ്പോൾ അല്ലേ 8 ഇൻറ്റു 4800 ബൈ 240 ഈക്വൽ ടു എൻ എസ് ഇതിനോട് കൊണ്ടുവന്നു. ഇനി നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്തു, നമ്മൾ ഇതിനെ ഇതുമായിട്ട് ക്യാൻസൽ ചെയ്തു, സീറോയും ആയിട്ട് ക്യാൻസൽ ചെയ്തു. 24 48 എത്ര ടൈംസ് പോകും, 2 ടൈംസ് പോകും അല്ലേ. അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്, ഒരു സീറോയും കൂടി ഉണ്ട്. ആ സീറോ നമ്മൾ കയറ്റിയിട്ടു അല്ലേ. അതായത് 48നെ 24 എത്ര ടൈംസ് പോകും നമുക്കറിയാം, 2 ടൈംസ് പോകും. 24 48 2 ടൈംസ് പോകും. നീ സീറോ ഉണ്ട്, ആ സീറോ ഞാൻ കയറ്റിയിട്ടു. ഇനി 8 ഇൻറ്റു 20 ഈക്വൽ ടു എത്ര 160 അല്ലേ. 8 ഇൻറ്റു 20 ഈക്വൽ ടു എത്രയാണ് 160.
60 ഈക്വൽ ടു NS. NS ഇവിടെ ഉണ്ട്. ഓർ NS is equal to 160. ഇതാണ് നമ്മളുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം. The input voltage of a transformer is 240 volt AC. There are 80 turns in the secondary coil and 800 turns in the primary. What is the output voltage of the transformer? 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിൽ 80 ചുറ്റുകളും പ്രൈമറിയിൽ 800 ചുറ്റുകളും ഉണ്ട്. ഈ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടത എത്ര? ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമറാണ് അല്ലേ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രൈമറി വോൾട്ടേജ്. VP ഈക്വൽ ടു 240 വോൾട്ട് ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് സെക്കൻഡറിയിൽ 80 ചുറ്റുകൾ അല്ലേ, 80 ടേൺസ് ആണ് എവിടെ ഉള്ളത്, സെക്കൻഡറിയിലുള്ളത്. അതാണ് നമ്മൾ NS is equal to 80 എന്ന് എഴുതിയത്. ആൻഡ് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് അല്ലേ, പ്രൈമറിയിലെ ചുറ്റുകൾ തന്നിട്ടുണ്ട് അവർ എത്രയാണ്, 800 ആണ്, 800 ആണ്. അതായത് NP ഈക്വൽ ടു എത്ര എഴുതി, നമ്മൾ 800 എഴുതി. ഈ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടത, ഔട്ട്പുട്ട് വോൾട്ടത എന്ന് പറയുന്നത് തന്നെയാണ് സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് VS ആണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി, VS ബൈ VP ഈക്വൽ ടു എന്താണ്, NS ബൈ NP. അതിൽ നമുക്ക് VS ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. VS അങ്ങനെ എഴുതി. ബൈ എന്താണ്, VP എന്ന് പറയുന്നത് എത്രയാണ്, 240 ഈക്വൽ ടു NS അവർ തന്നിട്ടുണ്ട് 80 ബൈ എന്താണ് നമുക്കറിയാം NP 800 ആണ്. അത് അവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ആണ്, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടും നമുക്ക് VS ഇൻറ്റു 800 അല്ലേ, VS ഇൻറ്റു 800 ഈക്വൽ ടു ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 ഇൻറ്റു 240 അല്ലേ, 80 ഇൻറ്റു 240. അതിൽ VS is equal to ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഈക്വൽ ടുൻ്റെ പ്രതി കൊണ്ടുവരികയാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. അപ്പോൾ നമുക്ക് നോക്കാം, 80 ഇൻറ്റു 240 അവിടെ എഴുതി ബൈ അല്ലേ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 800 ആയി. അപ്പോൾ VSനെ അവിടെ നിർത്തി 800 ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്ത്. അപ്പോൾ 800 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള 800 ഈക്വൽ ടുൻ്റെ പ്രതി വരുമ്പോൾ എന്തായി മാറും, ഡിവൈഡ് ചെയ്യാനാവും. അതാണ് താഴേക്ക് വന്നത്, ഇതിൻ്റെ താഴേക്ക് വന്നു. അപ്പോൾ 80 ഇൻറ്റു 240 ബൈ 800. അപ്പോൾ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സീറോയും ക്യാൻസൽ ചെയ്ത് പോകും. വീണ്ടും ഈ സീറോയും ക്യാൻസൽ ചെയ്ത് പോകും. ഈ 8ഉം ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ബാക്കി എന്തുള്ളത് നമുക്ക് 24. അതാണ് VS is equal to 24 വോൾട്ട് അല്ലേ. അതാണ് നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡറി വോൾട്ടേജ് ആണ്. VS is equal to 24 വോൾട്ട്. ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം. In a transformer without any loss in power, there are 5000 turns in the primary and 250 turns in the secondary. The primary voltage is 120 volt and the primary current is 0.1 ampere. Find the voltage and current in the secondary. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോർമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണ് ഉള്ളത്. പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടും വൈദ്യുത പ്രവാഹ തീവ്രത 0.1 ആംപിയറും ആണ്. സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണക്കാക്കുക. ഓക്കെ, ഈ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോർമറിലെ പ്രൈമറിയിൽ എത്ര പറഞ്ഞിരിക്കുന്നത്, 5000 ടേൺസ് ആണ് അല്ലേ. NP ഈക്വൽ ടു 5000. അതായത് പ്രൈമറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 5000 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറിയിൽ 250 അല്ലേ, 250 ചുറ്റുകളാണുള്ളത്. സെക്കൻഡറിയിലുള്ളത് നമ്മൾ എന്ത് പറയുക, ചുറ്റുകളെ NS ഈക്വൽ ടു 250 അത് തന്നിട്ടുണ്ട്. ഇനി പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടും വൈദ്യുത പ്രവാഹ തീവ്രത 0.1 ആംപിയറും ആണ് അല്ലേ. പ്രൈമറി വോൾട്ടത എന്ന് പറയുന്നത് VP ഈക്വൽ ടു എത്രയാണ്, നമുക്ക് 120 വോൾട്ട് 120 വോൾട്ടാണ്. പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട് അവർ 0.1 ആംപിയർ തന്നിട്ടുണ്ട്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി വോൾട്ടതയും കറണ്ടുമാണ്. സെക്കൻഡറി വോൾട്ടത VS അല്ലേ, സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് നമ്മൾ VS എന്ന് കൊടുക്കുന്നത് അല്ലേ. അതേപോലെ സെക്കൻഡറി കറണ്ട് എന്ന് പറയുമ്പോൾ എന്താ, IS അല്ലേ. കറണ്ട് നമ്മൾ I കൊടുക്കുന്നു, സെക്കൻഡറി കറണ്ട് ആയതുകൊണ്ട് IS. അതേപോലെ ഇവിടെ കറണ്ട് പ്രൈമറിനെ നമ്മൾ കറണ്ടിന് I കൊടുക്കുന്നു, പ്രൈമറി കറണ്ട് ആയതുകൊണ്ട് IP ഈക്വൽ ടു 0.1 ആംപിയർ. നമുക്ക് ഇത് രണ്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡറി വോൾട്ടേജും അതുപോലെ തന്നെ സെക്കൻഡറി കറണ്ടുമാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഫോർമുല VS ബൈ VP ഈക്വൽ ടു NS ബൈ NP ആണ്. ദാറ്റ് ഈസ് VS ആണ് സെക്കൻഡറി വോൾട്ടേജാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ VS അങ്ങനെ എഴുതി. VS ബൈ VP എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്, 120 ആണ് അവർ തന്നിട്ടുണ്ട്. VP 120 ഈക്വൽ ടു NS തന്നിട്ടുണ്ട് എത്രയാണ്, 250 എഴുതി.
ബൈ എന്താണ് എൻ പി അവർ തന്നിട്ടുണ്ട് എത്രയാണ് 5000 അതങ്ങനെ എഴുതി. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 5000 വി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ വി എസ് ഇൻറ്റു 5000 ഈക്വൽ ടു 120 250 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതാണ് 250 ഇൻറ്റു 120. ഇനി വി എസിനെ ഇവിടെ നിർത്തുക 5000 ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ വി എസിനെ അവിടെ നിർത്തി ഈക്വൽ ടു 250 ഇൻറ്റു 120 അവിടെ എഴുതി ബൈ ഇതിനങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഡിവൈഡ് ചെയ്യാനായിട്ട് വന്നു അതായത് 5000. ഇനി നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ സീറോയും നമ്മൾ ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ഈ സീറോയും ക്യാൻസൽ ചെയ്തു. 25 ഇനി ഇവിടെ 25 ബൈ അടിയിൽ 50 ഉണ്ട്. 25നെ 50 കൊണ്ട് നമ്മൾ 15നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര ടൈംസ് ഉണ്ടാവും 2 ടൈംസ് ആണ് അല്ലേ. 25 ഇൻറ്റു 2 ആണ് എന്ത് വരുന്നത് നമുക്ക് 50 എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് മുകളിൽ 12ഉം വരുന്നുണ്ട് താഴെ 2ഉം വരുന്നുണ്ട്. അപ്പോൾ 12/2 ഈക്വൽ ടു എത്രയാണ് 6 ആണ്. അതാണ് വി എസ് സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക് 6 വോൾട്ട് എന്ന് കിട്ടിയത് അല്ലേ. വി എസ് ഇസ് ഈക്വൽ ടു 6 വോൾട്ട്. ഓക്കെ ഇപ്പോൾ നമുക്ക് വി എസ് കിട്ടി. നമുക്ക് 6 വോൾട്ടാണ് വി എസ് കിട്ടിയത്. സെക്കൻഡറി വോൾട്ട് അതാ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. വി എസ് ഇസ് ഈക്വൽ ടു 6 വോൾട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെക്കൻഡറി കറണ്ട് ആണ്, ഐ എസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കണം. അതായത് സെക്കൻഡറി വോൾട്ടേജ് വി എസ്, അതേപോലെ തന്നെ പ്രൈമറി വോൾട്ടേജ് ഏതാണ് വി പിയും, പ്രൈമറി കറണ്ട് ഐ പിയും, അതേപോലെ തന്നെ സെക്കൻഡറി കറണ്ട് ഐ എസും ആണെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി കറണ്ട് വോൾട്ടേജും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. എന്താണ് വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 6 ബൈ വി പി അവർ തന്നിട്ടുണ്ട് 120 അത് കൊടുത്തു ഈക്വൽ ടു ഐ പിയും അവർ തന്നിട്ടുണ്ട് 0.1 ബൈ ഐ എസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഐ എസ്. നേരത്തെ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിനെതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഐ എസ് ഇൻറ്റു 6 ഈക്വൽ ടു ഇതിനെതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.1 ഇൻറ്റു 120 അല്ലേ. ഇനി നമ്മൾ ഐ എസിനെ ഇവിടെ നിർത്തുകയാണ്, 6നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അല്ലെ. നമുക്ക് അതായത് ഇങ്ങോട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. അപ്പോൾ ഐ എസ് ഇസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 120 ബൈ ഇതിനിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും അതായത് 6/6 അല്ലേ. ഈക്വൽ ടു എന്ത് കിട്ടും നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഈ 6 12 എത്ര ടൈംസ് പോവും? 6 12 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും അല്ലേ. 6 12 2 ടൈംസ് പോകും. അപ്പോൾ 0.1 ഇൻറ്റു 20 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആംപിയർ ആണ്. ദാറ്റ് ഈസ് ഐ എസ് ഇസ് ഈക്വൽ ടു 2 ആംപിയർ അല്ലേ. അതായത് സെക്കൻഡറി കറണ്ട് ഈക്വൽ ടു 2 ആംപിയർ. അപ്പോൾ നമ്മൾ സെക്കൻഡറി വോൾട്ടേജും കണ്ടുപിടിച്ചു, സെക്കൻഡറി കറണ്ടും കണ്ടുപിടിച്ചു. ഇതാണ് ഇതിൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.